സർക്കാർ രൂപീകരണ ചർച്ചകളുമായി എൻഡിഎ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം. മുന്നണി നേതാക്കൾക്കൊപ്പം മോദിയും അമിത്ഷായും രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിക്കും. നിർണായക തീരുമാനമെടുക്കാൻ ഇന്ത്യ മുന്നണി യോഗം അല്പസമയത്തിനകം. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പദവി ഒഴിയാമെന്ന് നേതൃത്വത്തെ അറിയിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവർക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. കനത്ത തോൽവിക്ക് പിന്നാലെ പത്തനംതിട്ട CPM-ൽ പരസ്യ പ്രതിഷേധം. രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ച് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പരസ്യവാചകം ഉപയോഗിച്ച് പ്രതിഷേധം അറിയിച്ച അൻസാരി അസീസ് വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ലീഗ് സമസ്ത ഭിന്നത നിലനിൽക്കെ ഐക്യാഹ്വാനവുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത അണികൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. സമുദായ ഐക്യം കാത്തുസൂക്ഷിക്കണമെന്നും ജിഫ്രി തങ്ങൾ.